എവിടുന്നാണ് വിളിക്കുന്നേ? മേപ്പാടി. ഓക്കെ. അവിടെ വലിയ എന്താണ് അവിടുത്തെ വീടിനും പരിസരത്തുള്ള അവസ്ഥ എന്താണ്? ഇവിടെ ഞങ്ങളവിടെ അല്ല, ചൂരന്മല എന്നാണ്. അവിടുത്തെ ഞങ്ങളെ മക്കളാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. ആണല്ലേ? ഓക്കെ. അവരെ വിളിച്ചിരുന്നോ? കിട്ടിയില്ല? കിട്ടിയെന്ന് അവിടെ ഉണ്ടെന്ന് കിട്ടിയെന്ന്. അവരെ കിട്ടിയിട്ടുണ്ടോ? അവര് സുരക്ഷിതരാണോ? അവര് സുരക്ഷിതരാണോ? ആണ്. കുഴപ്പമില്ല. എന്തായാലും ആശങ്ക മാറിയല്ലോ. അവർ സുരക്ഷിതരാണല്ലോ. എന്തായാലും എന്താണ് അവരുടെ സമീപത്തുള്ള അവസ്ഥകളൊക്കെ എന്താണ്? അതിനെക്കുറിച്ച് വല്ലതും കേട്ടിരുന്നോ? അതൊന്നും കേട്ടിട്ടില്ല. കിട്ടി എന്നാ പറഞ്ഞത്. ഓക്കെ. എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്തയാണ്. ഇങ്ങനെ ആശങ്കകളോടെ വിളിക്കുന്ന നിരവധി പേരാണുള്ളത്. പല ബന്ധുക്കളെ കുറിച്ചും വിവരമില്ല. സംസ്ഥാനത്തിന്റെ മറ്റു ജില്ലകളിൽ നിന്നും നമുക്കറിയാം കുടിയേറ്റ മേഖലയൊക്കെയാണ് പ്രദേശം. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ പല ഇടങ്ങളിൽ നിന്നും വന്ന് താമസിക്കുന്നവരുണ്ട്. അപ്പം ബന്ധുക്കളെ കാണാൻ കഴിയുന്നില്ല, അവരെക്കുറിച്ച് വിവരമില്ല എന്ന ആശങ്ക പലരും പങ്കുവയ്ക്കുന്നു. നേരത്തെ തന്നെ ദുരന്തം ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായിരുന്ന പ്രദേശമാണ്. അവിടെ NDRFന്റെ ദുരന്ത നിവാരണ സേനയുടെ ഇടപെടലുണ്ടായി കുറേ അധികം ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു. നേരത്തെ ഷബീർ സൂചിപ്പിച്ചതുപോലെ ആ സ്കൂൾ കെട്ടിടത്തിലേക്ക് നിരവധി ആളുകളെ മാറ്റി പാർപ്പിച്ചു. പക്ഷേ അനുഗ്രഹമായി മാറിയത്, ആശ്വാസകരമായി മാറിയത് ആ മാറ്റിപ്പാർപ്പിച്ച കെട്ടിടത്തെ ഉരുൾപൊട്ടൽ ബാധിച്ചില്ല എന്നതാണ്. മറ്റിടങ്ങളെല്ലാം പുഴ പോലെ ഒഴുകി മാറുകയാണ് പിന്നീട് ഉണ്ടായത്. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവരെ ഉരുൾപൊട്ടൽ ആ തരത്തിൽ ബാധിച്ചില്ല എന്നത് ആശ്വാസകരമാണ്. എന്തായാലും ദൃശ്യങ്ങൾ കാണുന്ന പോലെയുള്ള സാഹചര്യമാണ് അവിടെ. ഒരു കാര്യം ഓർക്കുക, വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ നേർചിത്രം കൃത്യമായി ഇതുവരെയും വന്നിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ കണക്കുകൾക്ക് മുകളിലുള്ള ദുരന്തമായി അത് മാറുമെന്നതാണ് ലഭ്യമാവുന്ന വിവരം. കാരണം കാണാതായവരെക്കുറിച്ച് കൃത്യമായ വിവരമില്ല, ബന്ധുക്കളെക്കുറിച്ച് വിവരമില്ല എന്ന ആശങ്കകളുണ്ട്. ഇവർ ദുരന്തത്തിൽ പെട്ടുപോയവരാണോ? എന്തായാലും മേഖലയിൽ ഈ ദുരന്തം ഒഴുകിപ്പോയ ഇടത്തൂടെ, ഉരുളൊഴുകിപ്പോയ ഇടങ്ങളിലൂടെ തിരച്ചിൽ സംഘം നടക്കുകയാണ്. വലിയ മരക്കുറ്റികളും പാറക്കല്ലുകളും മണ്ണും വന്ന് അടിഞ്ഞ് പലയിടങ്ങളിലും തെരച്ചിൽ നടത്തുകയാണ്. കാണാതായവരെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? പലപ്പോഴും ഈ പുഴയുടെ അടിഭാരത്ത്, ചാലിയാർ പുഴയുടെ തീരങ്ങളിലൊക്കെ മൃതദേഹങ്ങൾ വന്നെത്തി എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എത്ര വലിയ ദുരന്തമായി ഇത് മാറി എന്നതാണ്. കൃത്യമായ ചിത്രം ഇതുവരെയും വ്യക്തമല്ല. വയനാട്ടിനെ സംബന്ധിച്ച് നേരത്തെ പുത്തുമല, ഇപ്പോൾ ഇവിടെ തൊട്ട സമീപ സ്ഥലങ്ങളിലാണ് ഈ രണ്ട് ദുരന്തവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് വയനാടിൻ്റെ കണ്ണീർ അത് തോരുന്നില്ല, അത് അങ്ങേറ്റം വലിയ ദുരന്തമായി പോകുന്നു എന്നതാണ്. 36 എന്നതിലേക്ക് മരണസംഖ്യ ഉയരുന്നു എന്നതാണ് നിലവിലെ കണക്കുകൾ. ഷബീർ തുടരുന്നുണ്ട്. ഷബീർ, മരണസംഖ്യ ഏറുന്നു, 36 എന്ന അനൗദ്യോഗിക കണക്കുകൾ വരുന്നുണ്ട്. നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ? രഞ്ജിത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മരണസംഖ്യയിൽ വലിയ തോതിൽ അത് ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ നമുക്ക് അവിടെ വിളിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു വിവരം. കാരണം ഇപ്പോഴും ഈ മുണ്ടക്കൈ പ്രദേശത്ത് മരണസംഖ്യ ഉയരാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. കാരണം അവിടെ രാവിലെ മുതൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ അവിടെ എവിടേക്കാണ് ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ ഒലിച്ചു പോയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം നമുക്കിപ്പോഴും ലഭിച്ചിട്ടില്ല. നേരെ മറിച്ച് ചൂരൽമല പ്രദേശത്താണെങ്കിൽ അവിടെ വലിയ തോതിൽ രാവിലെ മുതൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒരുപാട് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അനൗദ്യോഗികമായി ലഭിച്ച ഈ വിവരങ്ങൾ പോലും അത് ചൂരൽമല പ്രദേശത്ത് നിന്നായിരിക്കും. കാരണം ചൂരൽമല പ്രദേശത്ത് രാവിലെ മുതൽ തന്നെ തെരച്ചിൽ നടക്കുന്നുണ്ട്. അവിടെ മൃതദേഹങ്ങൾ അവിടെ നിന്നും ആദ്യം കിട്ടിയതും അതിനുശേഷം ഇപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയതായി അവിടെ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. വിംസ് ആശുപത്രിയിലും അതുപോലെ തന്നെ ചർച്ച് ഹാളിലും ഒക്കെ മൃതദേഹങ്ങൾ കിടത്തിയിട്ടുള്ള ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് മുണ്ടക്കൈയിൽ നിന്നും എത്രത്തോളം ആളുകൾ ഒലിച്ചുപോയി, അല്ലെങ്കിൽ മുണ്ടക്കൈയിൽ ഇപ്പോഴും ആളുകൾ മലമുകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള, അല്ലെങ്കിൽ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ അവിടെ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു വിവരം വരാത്തത് കൊണ്ട് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച 36 എന്നുള്ളതിൽ നിന്നൊക്കെ ഒരു സാധ്യതകളാണ് അവിടെ നമ്മൾ വിളിക്കുമ്പോൾ ലഭിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചത്. അവിടെ നിന്നും നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ വിങ്ങിപ്പൊട്ടുകയല്ലാതെ അവർക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. അതൊരു പക്ഷേ ഇതിന്റെ ഒരു വ്യാപ്തി അവിടെയുള്ളവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് പൊതുപ്രവർത്തകർ പോലും ഇങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ വിങ്ങിപ്പൊട്ടുന്ന ഒരു കാഴ്ച കാണുന്നത്. ഏതായാലും ഇപ്പോൾ
ആളുകൾ വലിയ തോതിൽ ഈ പ്രദേശത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ പോലീസ് പൂർണ്ണമായിട്ടും ഈ പ്രദേശത്ത് ആളുകൾ കടക്കാതെ, ആളുകൾ അങ്ങോട്ട് വിടാതെ പല സ്ഥലങ്ങളിലായി തമിഴ്നാട് ഭാഗത്തു നിന്നും ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. നമുക്കറിയാം ഇതൊരു അതിർത്തി പ്രദേശമാണ്. നീലഗിരി ബോർഡറുമായിട്ട് ഒരു 5 കിലോമീറ്ററിന്റെ ദൂരം മാത്രമേ ഉള്ളൂ. ആ ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തു നിന്നും ഒക്കെ ആളുകൾ ധാരാളമായി ഈ ഭാഗത്തേക്ക് ഈ വിവരം അറിഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ ആളുകളെ എല്ലാം പോലീസ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടെ എത്തിപ്പെട്ട രക്ഷാപ്രവർത്തകർക്ക് പോലും അപ്പുറത്ത് കടക്കാൻ സാധ്യമല്ല എന്നിരിക്കെ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് പോലീസും കണക്കാക്കുന്നത്. അവിടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം വെച്ച് നമുക്ക് നോക്കിയാൽ ഈ ചൂരൽമല പ്രദേശത്ത് ഇപ്പോൾ പരമാവധി അവിടെയുള്ള പോലീസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, NDRF, നാട്ടുകാർ, ഇവിടെ നിന്നും അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിച്ച രക്ഷാപ്രവർത്തകർ എല്ലാം ചേർന്ന് അവിടെ വലിയ തോതിലുള്ള തെരച്ചിൽ നടത്തി. അതിൽ നിന്നും ലഭിച്ച വിവരങ്ങളാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. ഷബീർ ഒന്ന് തുടരാമോ?